താനൂരിൽ ഇടതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ CPM ധാരണയായി. പ്രവാസി വ്യവസായിയും താനൂർ ഓമച്ചപ്പുഴ സ്വദേശിയുമായ മുഹമ്മദ് സമീർ LDF സ്ഥാനാർത്ഥിയായേക്കും. മുഹമ്മദ് സമീറുമായി CPM നേതൃത്വം ചർച്ച നടത്തി. താനൂരിൽ ലീഗിലെ അതൃപ്തരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പാളിയതോടെയാണ് മുഹമ്മദ് സമീറിലേക്ക് പാർട്ടി എത്തുന്നത്. ജംഷീർ കൊടുത്ത വിവരങ്ങൾ നൽകും. ജംഷീർ, ആദ്യം CPM-ന്റെ നീക്കം വിമതരെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെയാണോ സമീറിലേക്ക് എത്തുന്നത്? അനിഷ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ പരമാവധി ലീഗിൽ നിന്ന് ഒരാളെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ മണിക്കൂറുകൾ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ആ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ശ്രമം പാളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് താനൂരിൽ ഉണ്ടായത്. പല നേതാക്കന്മാരെയും അവർ കണ്ടു, പക്ഷേ ആ നേതാക്കന്മാരെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും അവസാനം ഇന്നലെ രാത്രി നിരവധി വരുന്ന നേതാക്കന്മാരെ അവര് ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ആരെയും കിട്ടിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് CPM എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വ്യവസായ പ്രമുഖനാണ് ഇദ്ദേഹം. ഓമച്ചപ്പുഴ സ്വദേശിയാണ്. ഒഴൂർ പഞ്ചായത്ത്, താനൂർ മണ്ഡലത്തിലെ ഒഴൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഓമച്ചപ്പുഴ സ്വദേശിയാണ് ഇദ്ദേഹം. മുഹമ്മദ് സമീർ ഇദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പരമാവധി താനൂരിലെ ലീഗിലെ അതൃപ്തരെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതെല്ലാം തന്നെ വിഫലമായതോടെയാണ് ഇപ്പോൾ ഈ പേരിലേക്ക് CPM എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പായിരുന്നു CPM ജില്ലാ സെക്രട്ടറി VP അനിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി ഇക്കാര്യം അദ്ദേഹം സമ്മതം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി അധികം സമയം ബാക്കിയില്ല. തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താനൂരിനൊപ്പം തന്നെ വള്ളിക്കുന്നും അതോടൊപ്പം മങ്കടയിലും ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ CPM-ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് തോന്നുന്നു ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. താനൂരിന്റെ കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വള്ളിക്കുന്ന് അതോടൊപ്പം തന്നെ ഈ മങ്കട മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. ഒരു പക്ഷേ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും താനൂരിൽ CPM കരുതിയ പോലെയുള്ള ഒരു കരുനീക്കം CPM-ന് നടത്താൻ കഴിഞ്ഞില്ല. അതിൽ CPM വിജയിച്ചില്ല എന്ന് തന്നെ ഈ അവസരത്തിൽ കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലേക്കാണ് ഇപ്പോൾ താനൂരിൽ CPM നടത്തുന്നത്. ശരി, ജംഷീർ കോടിനെയാണ് വിവരങ്ങൾ നൽകിയത്.